നമസ്കാരം, പ്രിയമുള്ള രതീഷ് ജാലവനാണ്. വൃശ്ചികമാസം തുടങ്ങി. വൃശ്ചികമാസത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കൂറുകാരുടെ മേടം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ വൃശ്ചികമാസം എന്ന് പറയുമ്പോൾ ആദിത്യൻ വൃശ്ചികത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ വിശാഖാന്യം, തൃക്കേട്ട എന്നിവയാണ് ഞാറ്റുക വേലകൾ വരുന്നത്. വൃശ്ചികം 3-4 തീയതികളിലാണ് കർത്തവാവ്. 18-നാണ് വൃശ്ചികം, 18-ന് വെളുത്തവാവാണ്. വ്യാഴം വൃശ്ചികം 19-ന് വക്രഗതിയിലായിട്ട് മിഥുന രാശിയിലേക്ക് മടങ്ങും. വ്യാഴം പുണർദ നക്ഷത്രത്തിൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വ്യാഴം ശനി വക്രത്തിലാണ്. വൃശ്ചികം 16 മുതൽ ശനി വീണ്ടും നേർഗതിയിലാവും എന്ന് പറയാം. മീനൻ രാശിയിൽ പൊരുട്ടായ നാളിലാണ് ശനി ഉള്ളത്. രാഹു കുംഭം രാശിയിലാണ്, പൊരുട്ടാതിയിൽ തന്നെയാണ്. വൃശ്ചികം 15-ന് ചതയത്തിലേക്ക് പ്രവേശിക്കുന്നു പറയാം. ചിങ്ങൻ രാശിയിൽ തുടരുന്ന കേതു, അതേപോലെ തന്നെ ചൊവ്വയ്ക്ക് മൗഢ്യാവസ്ഥ ഉണ്ട്, വൃശ്ചിക രാശിയിലാണ്. നാൾ പറയുകയാണെങ്കിൽ അനിഴം തൃക്കേട്ട നാളിലാണ്. വൃശ്ചിക 21-ന് ചൊവ്വ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു പറയാം. ബുധൻ വൃശ്ചികത്തിൽ നിന്ന് വക്രഗതിയിലായിട്ട് തുലാത്തിലേക്ക്, പിന്നെ തിരിച്ച് വൃശ്ചികത്തിലേക്ക് തന്നെ വരും. അങ്ങനെയൊക്കെയാണ് ഗ്രഹനില. ബുധന് മൗഢ്യമുണ്ട് 10-ാം തീയതി വരെ. അതുപോലെ തന്നെ മാസത്തിൻ്റെ ആരംഭത്തിൽ ഈ തുലാം രാശിയിലാണ് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട്. അപ്പോൾ നമുക്കിനി മേടം മുതൽ മീനം വരെയുള്ള കൂറുകൾപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് ഈ വൃശ്ചികമാസത്തിലെ ഫലം എന്ന് നോക്കാം. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാലം എന്ന് പറയുന്ന മേടക്കൂറിൽപ്പെട്ട ആളുകൾക്ക് കർമ്മരംഗത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു കാലമാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത്. രോഗാവസ്ഥകൾക്ക് പലതരം ആയിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് കുറയുന്നൊരു കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത്. ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകീരത്തര എന്ന് പറയുന്ന ഇടവക്കൂറിൽപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഒരു അസ്ഥിരത അല്ലെങ്കിൽ കുറച്ച് കടബാധ്യതകളൊക്കെ ഉള്ള ആളുകൾക്ക് അതൊക്കെ പരിഹരിക്കാനുള്ളൊരു പറ്റുന്നൊരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ യാത്രകൾ പലതും സഫലമാവും. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ട കാലമാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയുന്നത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥിരമായിട്ടുള്ള വ്യായാമങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഉറക്കം, അങ്ങനെയുള്ള നമ്മളുടെ ചിട്ടകൾ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ കൂടി മാനസികമായിട്ട് ഈ ടെൻഷൻ അങ്ങനെയുള്ള കൂടുതൽ ഉള്ള ആളുകൾക്കോ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ് എന്ന് പറയാം. മിഥുനക്കൂറ് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദ മുക്കാൽ എന്ന് പറയുന്ന മിഥുനക്കൂറിൽപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും നമ്മളുടെ അത്രയും വേണ്ടപ്പെട്ടവർ, വിശ്വസ്തരായിട്ടുള്ള ആളുകൾ, അവർ നമ്മളിൽ നിന്നൊന്ന് അകന്ന് പോകേണ്ട ഒരു കാലമാണ് ഈ ഒരു വൃശ്ചികമാസം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ നാവ് തന്നെയാണ് നമ്മളുടെ ശത്രു എന്നുള്ള രീതിയിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു മാസമാണ് വൃശ്ചികമാസം മിഥുനക്കൂറുകാർക്ക്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും കുറയ്ക്കാനും പറ്റുന്നൊരു കാലമാണ്. വ്യാപാരികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും വൃശ്ചികമാസം. അടുത്തത് കർക്കിടകക്കൂറ് പുണർദം കാല് പൂയം ആയില്യം എന്ന് പറയുന്ന കർക്കിടകക്കൂറിൽപ്പെട്ട ആളുകളുടെ വൃശ്ചികമാസ ഫലം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമാണ്. പല നഷ്ടങ്ങളുണ്ടായിരുന്നവർക്ക് അത് പരിഹരിക്കാൻ പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം. ധനവരവ് വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു സാധ്യത, ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളിലും മുന്നേറും, കുടുംബത്തിൽ സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് വൃശ്ചികമാസം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ജാതകത്തെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാലും പൊതുവായിട്ടുള്ളൊരു ഫലമാണ് ഇത്. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാല് എന്ന് പറയുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു മാസം വൃശ്ചികമാസം പകുതിയോടെ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും പ്രതികൂലമായിട്ടുള്ള മാറാൻ സാധ്യതയുണ്ട്. പലതിലും ഏകാഗ്രത കിട്ടാത്തൊരു കാലം ആണെന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിവാഹം നോക്കുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കന്നിക്കൂറ് ഉത്രം മുക്കാല് അത്തം ചിത്തിര ആദ്യ പകുതി എന്ന് പറയുന്ന കന്നിക്കൂറിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലമാണ് വൃശ്ചികമാസം എന്ന് വേണമെങ്കിൽ പറയാം. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി കുറച്ച് അനുകൂല അവസ്ഥയിലേക്ക് വരും. മറ്റുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയത്തിലേക്ക് വരികയാണ്. സാമ്പത്തികമായിട്ടുള്ള കുറച്ച് അനുകൂല സ്ഥിതിയിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞു.
അടുത്തത് തുലാക്കൂർ. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്ന് പറയുന്ന തുലാക്കൂറിൽപ്പെട്ട ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ പലരും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാലമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പണമിടവുക, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് രേഖകളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം. രേഖകൾ, അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വൃശ്ചികക്കൂറ്. വിശാഖം ആദ്യ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്ന് പറയുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. പണമിടപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത വരുന്നൊരു കാലം. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പല പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് അത് അനുകൂല ഭാവത്തിൽ വരും. വിവാഹം നോക്കുന്ന ആളുകൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ പൊതുവെ കുഴപ്പമില്ലാത്തൊരു മാസമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം എന്ന് പറയുന്ന ധനുക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ധാരാളം അധ്വാനം കൂടുതൽ വേണം. എന്നാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആവറേജ് ആയിരിക്കും. കടം വീട്ടുന്നതിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ്. പുതിയ അവസരങ്ങൾ കർമ്മരംഗത്തുള്ളവർക്ക് ജോലി നോക്കുന്ന ആളുകൾക്കൊക്കെ അത് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. മകരക്കൂറ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്ന് പറയുന്ന മകരക്കൂറിൽപ്പെട്ട ആളുകൾക്ക് വൃശ്ചിക മാസത്തിൽ അനുകൂലമായിട്ടുള്ളൊരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികം, ശാരീരികം, മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അത് അനുകൂല ഭാവത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലം കൂടിയാണ്. കുംഭക്കൂറ്. അവിട്ടം അവസാന പകുതി, ചതയം, പുരോട്ടാതി മുക്കാൽ എന്ന് പറയുന്ന കുംഭക്കൂറിൽപ്പെട്ട ആളുകൾക്ക് പല വെല്ലുവിളികളായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു മാസമാണ് വൃശ്ചിക മാസം. ജോലിയിൽ കർമ്മരംഗത്തുണ്ടായിരുന്ന ഉയർച്ച, സന്തോഷങ്ങൾ, സമാധാനമൊക്കെ ഉണ്ടാവും. പഠന കാര്യങ്ങളിൽ മികച്ചൊരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ പല ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുമെങ്കിലും അതെല്ലാം അനുകൂല സ്ഥിതിയിലേക്ക് വരുന്ന ഒരു കാലമാണ് വൃശ്ചിക മാസത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. മീനക്കൂറ്. പൂരോട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്ന് പറയുന്ന മീനക്കൂറിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതം തന്നെ കുറച്ച് കാര്യങ്ങൾ, ചില ആളുകൾക്കൊക്കെ ജീവിതം മാറി മറിയുന്നൊരു മാസമാണ് വൃശ്ചിക മാസം എന്ന് വേണമെങ്കിൽ പറയാം. ജോലിയിൽ കർമ്മരംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, പഠന കാര്യത്തിൽ ഉണർവുണ്ടാകുന്നു, സാമ്പത്തികമായിട്ടുള്ള അനുകൂല സ്ഥിതി, അങ്ങനെ എല്ലാം കൊണ്ടും മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്തെങ്കിലും അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മോചനം കിട്ടുന്നൊരു കാലം കൂടിയാണ് വൃശ്ചിക മാസം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ പൊതുവായി എല്ലാവരുടെയും ഒരു ഫലം പറയുമ്പോൾ ഇതൊക്കെയാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു കാലത്തിലൂടെ കടന്നു പോകുന്നൊരു ഇതാണ്. എന്നാലും ജാതകത്തെ നമ്മളുടെ ദശാപഹാരങ്ങൾ, ജാതകത്തിൽ ഓരോ രാശിയിൽ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ നിൽക്കുന്ന അങ്ങനെ അതിനൊക്കെ ആസ്പദമാക്കിയിട്ട് ഇരിക്കും നമ്മളുടെ ഫലം. ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള രാശിഫലങ്ങൾ മാത്രമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, നല്ലത് വരട്ടെ.